എൻ്റെ മണിക്കുട്ടിക്ക് ഇപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ മേലിൽ മുറിവ് പറ്റിയപ്പോൾ ഞാൻ ഈ ഒരു മരുന്നാണ് അതിന് വെച്ചുകൊടുത്തിട്ടുള്ളത്. മഞ്ഞപ്പൊടിയും പിന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഉള്ളിലുണ്ടാവില്ല അങ്ങനത്തെ ഒരു കരി, ആ പുകക്കുഴലിൻ്റെ ഉള്ളിലുണ്ടാവും. ആ കരിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇന്നലെ രാത്രിയിൽ അവളെ കാലിൻ്റെ തൊടയിൽ വെച്ചെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ നല്ലൊരു ഉണക്കമായിട്ട് വരുന്നുണ്ട്. ഇത് വലുതായി കണ്ടിരുന്നത് ചെറുതായിപ്പോൾ ഒരു ഉണക്കം കാണണം. അപ്പോൾ ഞാനിത് ഇന്നൊന്ന് പുരട്ടി വെക്കണം. കുട്ടിയേ മാറിക്കോളൂ കേട്ടാ. എൻ്റെ കണ്ണും ഇതാ പൊളിച്ച് വെച്ചാണ്. മണിക്കുട്ടിക്ക് ചെറിയൊരു മുറിവ് പറ്റിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മരുന്ന് ഒരാൾ പറഞ്ഞിരുന്നു അത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചാണ്. അപ്പോൾ കുഴപ്പമില്ല, ചെറിയ ഒരു ഉണക്കമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും കൂടി ചെയ്തിട്ട് ഇനി മാറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ ഡോക്ടർ എഴുതി തന്നാൽ മരുന്ന് തന്നെ വെച്ച് കൊടുക്കണം. അത് വെക്കുമ്പോൾ ഇവളതിങ്ങനെ നക്കിയിട്ട് ആ മരുന്നൊക്കെ അകത്തേക്ക് പോവാണ്. ഇതാകുമ്പോൾ അത്രയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ഒരു ഉണക്കം തോന്നുന്നുണ്ട്. അടങ്ങിക്കടേ അടങ്ങിക്ക് കുഞ്ഞാട്ടേനെ കുഞ്ഞാട്ട. നക്കണ്ടട്ടാ കുട്ടിയേ, നക്കണ്ട. അതിലിടയ്ക്ക് എൻ്റെ കൈയൊന്ന് ചെറുതായിട്ട് അറ്റു. പുല്ലരിയുമ്പോൾ ഒന്ന് ഒരുപാട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ എൻ്റെ വേദനയൊക്കെ ഞാൻ സഹിക്കും. എൻ്റെ മണിക്കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് എനിക്ക് പറ്റാത്തത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഈ ഒരു മുറിവ് മനസ്സിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്താണ് ചെയ്തിരിക്കുന്നത്? കൈയൊക്കെ നക്കിണ്ടാക്കി ഈ കൈ നക്കിണ്ടാക്കുകയാണിത്. കൈ നക്കിണ്ടാക്കുകയാണ്. മതി ആക്കിയത്. പോവാ എൻ്റെ കൈ മുറിയല്ലോ. ഉണ്ടാക്കാ മണിക്കുട്ടിയെ, എൻ്റെ കൈ മുറിഞ്ഞടോ. സുന്ദരിമാവേ, എൻ്റെ കൈ മുറിഞ്ഞ് ഇത് കൊണ്ടോ. ഓ എൻ്റെ മുഖത്ത് നക്കിയ മുഖത്തെ തോലൊക്കെ പോരൂലേ. കണ്ണിമലൊക്കെ പിന്നെ ഈച്ച കടിച്ച് റെഡിയായി. അയ്യോ, ഇന്നിപ്പോൾ കുളിക്കണ്ടല്ലോ. ഇന്ന് കുളിക്കണില്ല കേട്ടോ. ആ മുറി നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഈച്ച വന്നിരുന്ന് ഇതാക്കും. നമുക്ക് നാളെ കുളിക്കാം കേട്ടോ. ഇനിക്കൊടിയേ നാളെ കുളിക്കാം കേട്ടോ. മതി